ഓഗസ്റ്റ് 30-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ബോണ്ട ട്രൈബുമായി ബന്ധപ്പെട്ടാണ്. ബോണ്ട ട്രൈബൽ സ്റ്റുഡൻറ്റുകൾ MBBS പ്രോഗ്രാമിന് പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു ഒഡീഷയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് ബോണ്ട ട്രൈബ്, എന്താണ് അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ കുട്ടികൾ MBBS പഠിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. സോ ആ ഒരു സൈഡിൽ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, അവർ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബോണ്ട ട്രൈബ് എന്താണ്, ഈ ട്രൈബിന്റെ പ്രത്യേകതയായിട്ടുള്ളത് എന്നുള്ളതാണ്. ആക്ച്വലി ബോണ്ട എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, PVTGs. ഇത് വളരെ കുറഞ്ഞ പോപ്പുലേഷൻ ഉള്ള എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവാവുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. നമ്മുടെ മെയിൻലാൻഡ് ട്രൈബിനെ പോലെയല്ല, വളരെ റെയർ ആയിട്ട് വളരെ കുറച്ച് ആൾക്കാർ വളരെ ആ പഴയ രീതിയിൽ തന്നെ തുടരുന്ന പോപ്പുലേഷനൊക്കെ വളരെ കുറഞ്ഞിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പിനെയാണ് PVTGs എന്ന് വിളിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒഡീഷയിലുള്ള 13ഓളം പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പുകളിൽ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ബോണ്ടാസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം 75-നടുത്താണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പുകളുള്ളത്. അപ്പോൾ ഇത് ആസ്ട്രോ ഏഷ്യാറ്റിക് ട്രൈബ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ഒരു ബോണ്ടാസ് എന്ന് പറയുന്ന ട്രൈബ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, 60,000 വർഷത്തിന് മുന്നേ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ വരുന്ന സമയത്ത് ആ ഫസ്റ്റ് വേവിൽ വന്നിട്ടുള്ള ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻസിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്, ജനറേഷൻസ് ആണ്, അവരുടെ തുടർച്ചയായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ബോണ്ട ട്രൈബ് എന്ന് വിളിക്കുന്നത്. ഇവരെ ഇന്ത്യയിൽ ഫോറസ്റ്റിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ ട്രൈബൽ ഗ്രൂപ്പുകളിൽ ഒന്നായിട്ടാണ് ഈ ഒരു ബോണ്ട ട്രൈബിനെ കാണുന്നതായിട്ടുള്ളത്. ഈ ട്രൈബിന്റെ പ്രത്യേകത, അവരുടെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മാട്രിയാർക്കിയൽ സൊസൈറ്റിയാണ്. അതായത് വനിതകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഇവിടെ വുമൺ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അവരെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള 5-10 വർഷം പ്രായം കുറഞ്ഞിട്ടുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ബിക്കോസ് ഈ സ്ത്രീകള് പ്രായമാവുന്ന സമയത്ത് അവരെ നോക്കുന്നതിന് വേണ്ടി, അവരെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് പറ്റണം. കാരണം പുരുഷൻ യങ് ഏജ് ആയിരിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഒരു സൊസൈറ്റിയാണ് ബോണ്ട ട്രൈബിന്റെ സൊസൈറ്റി. ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും വളരെ യുണീക്കാണ്. ഇവരൊരു സെമി ക്ലാഡ് ടൈപ്പ്, അതായത് വിവിധ തരത്തിലുള്ള റിങ്ങുകളൊക്കെ കഴുത്തിൽ ധരിക്കുന്ന കാണാൻ, നെക്ലേസുകളായിട്ട് ധരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കയ്യിൽ എപ്പോഴും അവരുടെ കയ്യിൽ ബോസും ആരോസും അമ്പും വില്ലും ഒക്കെ ഉണ്ടാവും എന്ന് കൂടി ഓർത്ത് വെക്കാം. അവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ റിമോ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. ഇതും ആസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലിയിൽ വരുന്നതാണ്. ഇത് ആക്ച്വലി മുണ്ടാരി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഇതില് 2 ടൈപ്പിലാണ് ഈ ബോണ്ട ട്രൈബുകൾ കാണുന്നത്. ഒന്ന് കംപ്ലീറ്റ്ലി ഇൻആക്സസിബിൾ ഫോറസ്റ്റിലായിട്ടുള്ള, അതായത് നമുക്ക് ഇതുവരെ കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഡെൻസ് ഫോറസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ അപ്പർ ബോണ്ടാസ് എന്ന് പറയും. ഇവർ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ് മെയിൻ ലാൻഡ് ഹ്യൂമൻസുമായിട്ട്. മറ്റേത് പ്ലെയിൻ ലാൻഡിൽ ഉള്ളവർ ലോവർ ബോണ്ടാസ് എന്ന് വിളിക്കുന്നത്, അതായത് നമ്മുടെ സമതല പ്രദേശങ്ങളിൽ ഈ കാടിന്റെ ഔട്ടർ ഏരിയാസിൽ താമസിക്കുന്നവർക്ക് ലോവർ ബോണ്ടാസ് എന്ന് വിളിക്കും. നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ ബോണ്ടാസ് എന്ന് പറയുന്ന ട്രൈബ് എന്താണ്, അത് PVTG കാറ്റഗറിയിൽ വരുന്നതാണ്, ഒഡീഷയിൽ കാണുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. ആന്ധ്രാപ്രദേശിലെ അവരുടെ വനവൽക്കരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കുറെ മരങ്ങൾ നടാൻ തീരുമാനിച്ചു. അപ്പൊ ഇതിൽ എക്സോട്ടിക് പ്ലാന്റിനെ അവർ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അതിനു പകരം ലോക്കൽ പ്ലാന്റ് സ്പീഷീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ് ഈ ഒരു എക്സോട്ടിക് പ്ലാന്റ് സ്പീഷീസ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്നുള്ളതാണ്. അപ്പൊ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചാണ് ആ ഒരു സംസ്ഥാനത്തെ വനവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സ്റ്റേറ്റിന്റെ ഗ്രീൻ കവർ 33% എത്തിക്കാനും, അതായത് മൊത്തം ജിയോഗ്രഫിക്കൽ ഏരിയയുടെ 1/3 വനങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഇനീഷ്യേറ്റീവിന് വേണ്ടിയിട്ട് അവർ ഏകദേശം കുറെ ചെടികളെ തീരുമാനിച്ചു നടുന്നതിന് വേണ്ടിയിട്ട്. അതിൽ 25 ഇൻഡിജിനിയസ് സ്പീഷീസ് ഉണ്ടായിരുന്നു. അതിൽ 3 എക്സോട്ടിക് സ്പീഷീസുകൾ ഉണ്ടായിരുന്നു. ഈ 3 എക്സോട്ടിക് സ്പീഷീസുകളെ അവർ ഇതിനു വേണ്ടി നടണ്ട വെച്ചു. ബിക്കോസ് അത് എൻവയോൺമെന്റിനും ഹ്യൂമൻ ഹെൽത്തിനും ഡെട്രിമെന്റൽ ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കും, മോശമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കും എന്ന് കരുതിയിട്ടാണ് ഈ 3 സ്പീഷീസുകളെ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ എന്താ ഈ എക്സോട്ടിക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ? എക്സോട്ടിക് പ്ലാന്റ് എന്ന് വെച്ചാൽ ആ ഒരു എൻവയോൺമെന്റിന് നാറ്റീവ് അല്ലാത്ത പക്ഷെ ആ സ്ഥലത്ത് വളരുന്ന പ്ലാന്റുകളെയാണ് എക്സോട്ടിക് പ്ലാന്റ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏലിയൻ പ്ലാന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ വേണ്ടി പറ്റും. അതായത് ആ ഒരു ഹാബിറ്റാറ്റിന്, അല്ലെങ്കിൽ ഇൻവാസീവ് സ്പീഷീസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ സെയിം ഐഡിയ തന്നെ വരും. ബട്ട് ഇൻവാസീവ് സ്പീഷീസ് എന്ന് വെച്ചാൽ ഇത് മറ്റ് ചെടികളെ വളരാൻ അനുവദിക്കൂല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇൻവാഷൻ അതായത് മറ്റു ചെടികളെ വളരാൻ അനുവദിക്കില്ല. അപ്പൊ ഇത് എക്സോട്ടിക് പ്ലാന്റ് എന്ന് വെച്ചാൽ ആ സ്ഥലത്തിന്റെ ഇൻഡിജിനിയസ് അല്ലാത്ത പ്ലാന്റുകൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ ആ ഒരു സ്ഥലത്തിന് നാറ്റീവ് അല്ലാത്ത പ്ലാന്റുകൾ. അപ്പൊ ഈ എക്സോട്ടിക് പ്ലാന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻസിലൊക്കെ നമ്മൾ ഭംഗിക്ക് വേണ്ടി വളർത്താറുണ്ട്. ഉദാഹരണത്തിന് ബ്രോമെലിയാഡ്സ്, ഓർക്കിഡുകൾ, കാക്ടി, അതുപോലെ സക്കുലൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ചെടികൾ, ഓർക്കിഡുകൾ. നമുക്ക് ഫേമസ് ആയിട്ടുള്ളത് ഓർക്കിഡുകളാണ്. മറ്റേതാണ് കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടി ടൈപ്പ് സംഭവം. അപ്പോൾ മറ്റേത് ബ്രോമെലിയാഡ്സ്, സക്കുലൻസ് ഒക്കെ പഠിച്ചു. ഇത് നമ്മൾ അലങ്കാര ചെടികളായിട്ടൊക്കെ നടാറുണ്ട്.
അപ്പൊ ഇതൊന്നും അവിടുത്തെ എന്താ ഒറിജിനൽ പ്ലാന്റ്സ് അല്ല, ഇതൊക്കെ എക്സോട്ടിക് പ്ലാന്റ്സ് ആണ്. പക്ഷെ ഇതൊന്നും ഇൻവാസീവ് സ്പീഷീസ് അല്ല എന്ന് കൂടി ഓർത്തു വെക്കാം. ഇൻവാസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അവിടുത്തെ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുന്നതാണ്. ഇതങ്ങനെ നശിപ്പിക്കുന്നില്ല, പക്ഷെ അവിടുത്തെ നാച്ചുറൽ പ്ലാന്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പ്ലാന്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സ്പെഷ്യൽ കെയർ വേണം. കാരണം അത് അവിടുത്തെ ഒറിജിനൽ പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് ഒന്നും സ്യൂട്ട് ആയിരിക്കില്ല. അപ്പൊ അതിന് ലോക്കൽ ക്ലൈമറ്റ് സ്യൂട്ട് ആവാത്തതുകൊണ്ടും മണ്ണ് സോയിൽ സ്യൂട്ട് ആവാത്തതുകൊണ്ടും പ്രത്യേക ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എക്സോട്ടിക് ട്രീസിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് വേഗത്തിൽ വളരും. കമ്പയർ ടു ഇൻഡിജീനിയസ് കൗണ്ടർ പാർട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേഗത്തിൽ വളരും. ബിക്കോസ് അതിന് പ്രത്യേക കെയർ ഒക്കെ ലഭിക്കുന്നത് കൊണ്ടാണ്. കൂടാതെ ഇത് വളരെ പ്രോഫിറ്റബിൾ ആയിരിക്കും നാറ്റീവ് ട്രീയെ കമ്പയർ ചെയ്തിട്ട്, ടിമ്പറിനെ കമ്പയർ ചെയ്ത്. അതുകൊണ്ടാണല്ലോ അതിനെ എക്സോട്ടിക് പ്ലാന്റ് ആയിട്ട് നമ്മൾ നടുന്നുണ്ടാവാം. കൂടുതൽ വേഗത്തിൽ വളർന്ന് നല്ല വില കിട്ടുന്നതുകൊണ്ട്. ഒരു പ്രധാനപ്പെട്ട എക്സോട്ടിക് പ്ലാന്റിന് ഉദാഹരണമാണ് യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്നത്. യൂക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ വളരുന്ന ഒരു മരമാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും യൂക്കാലിപ്റ്റസിനെ നടാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് ഓയിൽ യൂക്കാലിപ്റ്റസിന്റെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂക്കാലിപ്റ്റസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് വരുമാനം കിട്ടും. കൂടാതെ പേപ്പർ ആൻഡ് പൾപ്പ് ഇൻഡസ്ട്രീസിലേക്ക്, അതായത് നമ്മുടെ പേപ്പർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിലേക്ക് യൂക്കാലിപ്റ്റസിന്റെ തടി ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്നത്, പക്ഷേ യൂക്കാലിപ്റ്റസ് ഒരു എക്സോട്ടിക് പ്ലാന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള എക്സോട്ടിക് പ്ലാന്റുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ പോപ്ലാർ അല്ലാതെ പ്രോപ്പോസി ജൂസിഫെറ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളും പ്രത്യേകിച്ചും ഡെസേർട്ടിഫിക്കേഷനെ കർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് വേഗത്തിലെ പച്ചപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡെസേർട്ടിഫിക്കേഷനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രീകളെല്ലാം തന്നെ ചിലപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി നടാറുണ്ട്, ഹൈ മാർക്കറ്റ് വാല്യൂവിന് വേണ്ടി നടാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പയർഡ് ടു നാറ്റീവ് സ്പീഷീസ് ഇത് വളരെ ഡൊമിനന്റ് ആയിരിക്കും. അത് വളരെ വേഗത്തിൽ എൻവയോൺമെന്റുമായിട്ടൊക്കെ ചിലപ്പോൾ സിങ്ക് ചെയ്ത് വരാം എന്നുള്ളതാണ്. അതുപോലെ കൊമേഴ്ഷ്യലി ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എക്സോട്ടിക് പ്ലാന്റുകളെ ഈ ഒരു അഫോറസ്റ്റേഷൻ ഡ്രൈവിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ. അപ്പൊ ഇതിൽ ചില പ്ലാന്റുകൾ ഇൻവാസീവായി മാറാം എന്ന് കൂടി ഓർത്ത് വെക്കാം. അതായത് എക്സോട്ടിക് പ്ലാന്റുകൾ ചിലപ്പോൾ അത് ഇൻവാസീവായി മാറാം, അവിടുത്തെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തെ ചിലപ്പോൾ ഇംബാലൻസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകാം എന്നുള്ളതാണ്. കാരണം ഈ പ്ലാന്റുകൾ വളരെ വേഗത്തിൽ അക്ലമൈറ്റൈസ് ചെയ്യും. അതായത് വളരെ വേഗത്തിൽ ഈ ഒരു ലോക്കൽ ക്ലൈമറ്റുമായിട്ട് മാച്ചായി മാറുകയും അത് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരം സാഹചര്യത്തിലൊന്നും അത് അവിടുത്തെ എക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന സമയത്ത് അതിനെ നമുക്കൊരു ഇൻവാസീവ് പ്ലാന്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന്റെ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് അത് നാറ്റീവ് ഫോറസ്റ്റിന്റെ സ്വഭാവത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അതിനെ ഇൻവാസീവ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കാനാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നേരത്തെ ഉണ്ടായിരുന്ന ചെടികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവികൾ ഇല്ലാതാവും, പുതിയ ജീവികൾ പ്രത്യേകിച്ചും ഈ പുതിയ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ജീവികൾ വരാൻ തുടങ്ങും. അപ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റം തന്നെ ചേഞ്ച് ആവും. അവിടുത്തെ നിലവിലുള്ള എക്കോസിസ്റ്റത്തെ അത് അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഇൻവാസീവ് സ്പീഷീസ് ആയി മാറുമ്പോഴുള്ള ഇഷ്യൂ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ എന്താണ് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ചെയ്യാൻ ശ്രമിച്ചത്, എന്താണ് എക്സോട്ടിക് പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അതായത് സുപ്രീം കോടതി ഇടപെട്ടതാണ്. ആയുഷ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അഡ്വർടൈസ്മെന്റിൽ അത് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആക്ച്വലി അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. അപ്പൊ കോർട്ട് ഇത്തരത്തിലുള്ള ഫേക്ക് മെഡിസിൻസിനെതിരെ ആക്ട് ചെയ്യണം, അല്ലാതെ അതിന്റെ അഡ്വർടൈസിനെ കൺട്രോൾ ചെയ്യുക മാത്രമല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എഡിറ്റോറിയൽ പറയുന്നത് വെച്ചാൽ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാർമക്കോളജി അല്ലെങ്കിൽ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചില മെഡിസിൻസ് അഡ്വർടൈസ് ചെയ്യപ്പെടും, അതിൽ ഒരു തരത്തിലുള്ള വെരിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സാഗറേറ്റഡ് ആയിട്ട് ഹെൽത്ത് ബെനിഫിറ്റുകൾ പറയുന്നുണ്ടോ. ഈവൻ ആയുർവേദം, സിദ്ധ, യുനാനി പ്രോഡക്റ്റുകളിൽ പോലും ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റുകൾ അല്ലെങ്കിൽ അൺവെരിഫൈഡ് ആയിട്ടുള്ള ക്ലെയിമുകൾ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ് ഒരു മാസത്തിനുള്ളിൽ വർദ്ധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മസിൽസ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിക്കുന്നൊക്കെ പറഞ്ഞ പല തരത്തിലുള്ള അഡ്വർടൈസ്മെന്റും ഫേക്ക് അഡ്വർടൈസ്മെന്റ് കാണാൻ വേണ്ടി വരും. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തുള്ള ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റും ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും ഇൻസഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷനും ആണെന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഫേക്ക് മെഡിസിൻസ് നമ്മുടെ മാർക്കറ്റിലൂടെ സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷെ അതിനെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പരിശോധനകളോ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളോ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആയുഷ് മിനിസ്ട്രി പ്രത്യേകിച്ചും ആയുർവേദം, യുനാനി പോലുള്ള നാച്ചുറൽ മെഡിസിൻ മെത്തേഡുകളിൽ ഈ ക്രിറ്റിസിസം വളരെ സിവിയർ ആണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ക്വാളിറ്റി കൺട്രോളുകൾ സ്ട്രിഞ്ച് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നും അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലവൻസ് അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി തന്നെ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു
ക്രിറ്റിസിസം മിനിസ്ട്രിക്ക് അഗെയിൻസ്റ്റ് വരാറുള്ള കാരണം. അപ്പോൾ ആക്ച്വലി ഈ ഒരു മെഡിസിൻസിന്റെ പ്രൈസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് മിനിസ്ട്രിയുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നും ഓതർ ഇവിടെ പറയുന്നുണ്ട്. ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസും എൻഫോഴ്സ്മെന്റും ആണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പരിശോധന നടത്തുന്നുണ്ട്, അത് കണ്ടുപിടിക്കുന്നുണ്ട്, പിഴ ചുമത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡുകൾ ഓട്ടോമാറ്റിക്കലി ഹൈ ആയി മാറും. മെഡിസിൻസ് എല്ലാം തന്നെ സേഫും എഫക്റ്റീവുമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ രാജ്യത്ത് ഈ ഒരു എൻഫോഴ്സ്മെന്റ് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും പുതിയ പേരിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് ആണ് 1945 ഇത്തരത്തിലുള്ള മെഡിസിൻസിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചൊക്കെ നമ്മുടെ രാജ്യത്ത് പറയുന്നുള്ളത്. ഇതിൽ റൂള് 170 തന്നെ ഇത്തരത്തിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് പീനലൈസ് ചെയ്യപ്പെടും. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഫാൾസ് ക്ലെയിമുകൾ നടത്തുവാണെങ്കിൽ അതിനെതിരെ നടപടി എടുക്കും, അതിന് ശിക്ഷയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്റ്റിൽ കമ്പനികൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻസ് വേണം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് മെക്കാനിസം വേണം, ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സബ്സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരണം. ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഗ്യാപ്പിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഹെൽത്തിനെ റിസ്ക് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മെഡിസിൻസും ഫേക്ക് മെഡിസിൻസും ഫേക്ക് ക്വാളിറ്റി മെഡിസിൻസും മാർക്കറ്റിലേക്ക് വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ആക്ച്വലി ഈ ഒരു വീക്കിന്റെ ആദ്യത്തിൽ നമ്മുടെ ക്യാബിനറ്റ് ഒരു BioE3 എന്ന് പറയുന്ന ഒരു പോളിസി, അല്ലെങ്കിൽ ബയോടെക്നോളജി ഫോർ എക്കണോമി എൻവയോൺമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു പോളിസി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു പോളിസി കൊണ്ടുവന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു BioE3 പോളിസി എന്ന് പറയുന്നത്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.